ശ്രീലാം, ഇന്ന് കേരളം ഉണർന്നത് ഞെട്ടിക്കുന്ന ആ ഒരു വാർത്ത കൊണ്ടാണ്. കാരണം ആ, നമ്മുടെ മക്കളുടെ പ്രായമുള്ള 5 പിള്ളേരാണ് വാഹനാപകടത്തിൽ മരിച്ചത്. ആ പ്രായത്തിലുള്ള മക്കൾ, അതായത് ആ പ്രായമെന്നല്ല, മക്കളുള്ള ഒരു രക്ഷകർത്താക്കളും ആ വാർത്ത കേട്ട് ഞെട്ടാതിരുന്നിട്ടില്ല, വിഷമിക്കാതിരുന്നിട്ടില്ല. കാരണം പഠിക്കാൻ പോയ കുട്ടികളാണ് മെഡിക്കൽ കോളേജിൽ. അവർ സിനിമ കാണാൻ പോയപ്പോൾ ഉണ്ടായ ആക്സിഡന്റ് ആണ്. അപ്പോൾ നമ്മൾ പിള്ളേർ അതിവേഗത്തിൽ പോയെന്നോ അങ്ങനെയൊക്കെ പലതും പറയും. പിള്ളേരുടെ അശ്രദ്ധയാണെന്നോ എന്തൊക്കെ പറയാം. പക്ഷെ അവരുടെ ആ പ്രായമാണ്, അവർ സിനിമ കാണാൻ അത് വേഗത്തിൽ പോയി. ഇപ്പൊ നമ്മളായാലും ശരി, ആ ഒരു മൂഡിൽ ഇരിക്കുമ്പോൾ നമ്മളെല്ലാവരും കൂടെ ഈ 6 പേർക്ക് കയറാവുന്ന വാഹനമായാലും 2 പേർക്ക് കൂടെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റില്ലേ എന്ന് നമ്മളായാലും ചിന്തിച്ചു പോകും. പിന്നെ എത്തിപ്പെടാനുള്ള വേഗത, അത് പല അവസരങ്ങളിൽ നമ്മളും അത് അനുഭവിച്ചിട്ടുള്ളതാണ്. പലരും വേഗത്തിൽ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞ് നമ്മളോട് ആവേശം കൊടുക്കുന്നത്. പക്ഷെ ഞാനൊന്നും ഒരിക്കലും അങ്ങനെ വണ്ടി ഓടിക്കാറില്ല. ഇത് അവരുടെ തെറ്റല്ല. പക്ഷേ ഇതിൽ ചിന്തിക്കേണ്ട മറ്റു ചില വശങ്ങൾ കൂടിയുണ്ട്. ഈ ഒരു അപകടം നമ്മളെ ചിന്തിപ്പിക്കേണ്ടതായിട്ട്. അപ്പൊ അത് റെന്റേ കാറിനാണ് അവർ പോയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാപനങ്ങൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നിയമപരമായിട്ട്. അതിനെക്കുറിച്ച് കൂടെ ഈ അവസരത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ലേ യഥാർത്ഥത്തിൽ? യഥാർത്ഥത്തിൽ ആദ്യം രണ്ട് കാര്യമുണ്ട്. ഒന്ന്, റെന്റ് കാറുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ രണ്ടാമത് പറയാം. ആദ്യം ഞാനിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ അപകടവുമായി ബന്ധപ്പെട്ടാണ്. ഈ കുട്ടികൾ ചെറിയ കുട്ടികളാണ്. ഏതാണ്ട് 19 വയസ്സേ ഉള്ളൂ. 6 മാസത്തിനും 8 മാസത്തിനും മുമ്പാണ് ഈ കുട്ടിക്ക് ലൈസൻസ് കിട്ടിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ പറയുന്ന RTOയുടെ നിയമങ്ങൾ മാറ്റണം എന്നുള്ളതാണ് ആദ്യമായി പറയാനുള്ളത്. 18 വയസ്സ് പ്രായപൂർത്തിയാകാനുള്ള സമയമാണ്, ശരിയാണ്. 18 വയസ്സിൽ നമുക്ക് എല്ലാവർക്കും വേണമെങ്കിൽ ലൈസൻസ് എടുക്കാം. പക്ഷെ ഈ ലൈസൻസ് എടുക്കുമ്പോൾ വെറുതെ ഡ്രൈവിംഗ് സ്കൂളുകാർ ഇങ്ങനെ പഠിപ്പിച്ച് ഒരു ക്ലാസ് ഇപ്പോൾ RTO രാവിലെ ഒട്ടിച്ചവരെ എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ആ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുന്നത് എല്ലാവരെയും കൂടി, ഒരു ടെസ്റ്റിനുള്ള എല്ലാവരെയും കൂടി, ഞാൻ ടെസ്റ്റിന് പോയതുകൊണ്ട് എനിക്കറിയാം, ഒരു 10 ആ ദിവസത്തിൽ വരുന്ന ആൾക്കാരെ മുഴുവൻ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒറ്റ ദിവസമാണ് ഈ ക്ലാസ് നടത്തുന്നത്. കുറച്ചുപേര് വരും, കുറച്ചുപേര് കേൾക്കും, കുറച്ചുപേര് വന്ന് ഒപ്പിട്ടിട്ട് പോകും, കുറച്ചുപേര് ബാക്കി വന്നിരുന്ന ക്ലാസ് കേട്ടാലായി, അങ്ങനെയാണ് നടക്കുന്നത്. അങ്ങനെയല്ലാതെ ഈ പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ വണ്ടി ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ടതായ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് വേണം അവർക്ക് ലൈസൻസ് നൽകാനുള്ള അത്തരത്തിലുള്ള ഒരു കോഴ്സ് തന്നെ നടത്തിയാലും വേണ്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ചെറിയ കുട്ടികളുടെയൊക്കെ വിചാരം അവരുടെ പ്രായം അതാണ്. 18 വയസ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അഡോളസെന്റ് ഏജ് ആണ്. ഈ അഡോളസെന്റ് ഏജിലെ കുട്ടികളുടെ വിചാരം ഈ വണ്ടി ഭയങ്കര സ്പീഡിൽ ഓടിക്കുന്നതാണ് ട്രാഫിക്കിന്റെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഡ്രൈവിംഗിന്റെ കപ്പാസിറ്റി മനസ്സിലാക്കാൻ ഉപകരിക്കുന്നതെന്ന് ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള ചില ആൾക്കാരെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുമുണ്ട്. ഞാൻ ഏതാണ്ട് 2002 മുമ്പ് വണ്ടി പഠിച്ച ഒരാളാണ്. പക്ഷേ വണ്ടി ഓടിച്ചതും 2002 ശേഷമൊക്കെ വണ്ടി ഓടിച്ചു തുടങ്ങിയപ്പോൾ പോലും ഇത്രയും വർഷമായി വണ്ടി ഓടിക്കുമ്പോഴും ഞാൻ ഏറ്റവും പതുക്കെ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ്. ചില സമയത്ത് ആരെങ്കിലും എന്റെ കൂടെ ഉള്ളവർ ഡ്രൈവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും എന്റെ സുഹൃത്തുക്കളൊക്കെ ഡ്രൈവ് ചെയ്യുവാണെങ്കിൽ, സ്പീഡിൽ പോവുകയാണെങ്കിൽ, അതിനിയും ഒരു ഡ്രൈവർ ആണെങ്കിൽ കൂടി വണ്ടി അമിത സ്പീഡിൽ ഓടിക്കാൻ ശ്രമിച്ചാൽ ഞാൻ അപ്പോൾ അവരെ വാൺ ചെയ്യാറുണ്ട്. എനിക്ക് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അവിടെ ചെന്നാൽ മതി, ദയവ് ചെയ്ത് ഇങ്ങനെ സ്പീഡിൽ വണ്ടി ഓടിക്കണ്ട എന്ന് പറയാറുണ്ട്. അതിന് കാരണം ഒന്ന്, ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ പ്രായത്തിന്റെ പക്വത കൊണ്ടായിരിക്കാം. രണ്ട്, ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് സ്പീഡിൽ ഓടിക്കില്ല, അല്ലെങ്കിൽ ഭയങ്കര ഫാസ്റ്റായി ഓടിക്കാതെ കാണുമ്പോൾ ചിലർ ചോദിക്കും, ഇപ്പോഴാണോ വണ്ടി പഠിച്ചു തുടങ്ങി, അല്ലെങ്കിൽ ഇപ്പോഴാണോ വണ്ടി ഓടിക്കാൻ പേടിയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ചിലരെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയും, എനിക്ക് അമ്മയില്ല, എന്റെ അമ്മ മരിച്ചു പോയതാണ്. എന്തെങ്കിലും അന്ന് കൈയും കാലും ഒക്കെ ഒടിഞ്ഞു കിടന്ന എന്നെ നോക്കാൻ ആരുമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. എനിക്ക് അപകടം വരുത്താൻ എനിക്ക് ഇഷ്ടമല്ല. മാത്രമല്ല, നമ്മൾ വരുത്തുന്ന അപകടം മറ്റുള്ളവർക്ക് ഇത്തരത്തിൽ പ്രശ്നമുണ്ടാവും. നമുക്ക് മാത്രമല്ല, ചിലപ്പോൾ നമ്മുടെ അശ്രദ്ധ കൊണ്ടോ നമ്മുടെ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടോ മറ്റുള്ളവരുടെ ജീവിതം കൂടി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. അത്തരം സാഹചര്യങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നോക്കൂ, ഈ കുട്ടികൾ തന്നെ ട്രാഫിക് നിയമങ്ങൾ 6 മാസം മുമ്പ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത കുട്ടിയാണ്. ഇത്രയും വലിയ വണ്ടി, പഴയ ടവേര വണ്ടിയാണ് ഓടിച്ചിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് 14 വർഷത്തിലേറെ പഴക്കമുള്ള വണ്ടി. പ്രത്യേകിച്ച് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ആ വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ദീർഘദൂരം പോവുകയും അല്ലെങ്കിൽ കുറച്ച് ദൂരമാണെങ്കിൽ പോലും പോവുകയൊക്കെ ചെയ്യുന്ന വണ്ടിക്ക് ഏതെങ്കിലും തരത്തിൽ ഫിറ്റ്നസ് ഉണ്ടോ, അല്ലെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നമുക്ക് ഈ 6 മാസമുള്ള കുട്ടിക്ക് ഒരു പക്ഷേ വണ്ടി എടുക്കുമ്പോൾ പോലും മനസ്സിലാക്കാൻ സാധിക്കില്ല. നമുക്ക് അതൊക്കെ മനസ്സിലാവണമെങ്കിൽ, നമ്മൾ ഓടിക്കുന്ന വണ്ടിക്ക് അല്ലെങ്കിൽ നമ്മൾ ഒരു വണ്ടി എടുക്കുമ്പോൾ വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ വർഷങ്ങളുടെ തന്നെ പഴക്കം വേണ്ടി വരും വണ്ടി ഓടിക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു നോക്കി അറിയാം, സ്ത്രീകൾ ഓടിക്കുന്ന വണ്ടികൾക്ക് കൂടുതൽ ആക്സിഡന്റുകൾ ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ശുഭോദർക്കമായ ഒരു കാര്യമാണ്. ആൺകുട്ടികളാണ് ഇത്തരത്തിൽ വളരെ ഫാസ്റ്റായി വണ്ടി ഓടിക്കുകയും എല്ലാം ഞങ്ങളുടെ കയ്യിലാണെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിലുള്ളവർക്കാണ് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ നോക്കൂ, ഈ കുട്ടി 6 മാസം മുമ്പ് മാത്രമാണ് ലൈസൻസ് എടുത്തിട്ടുള്ളത്. 11 പേർ, 7 പേർ പോകേണ്ട കാറിൽ 11 പേരാണ് കാറിൽ ഉണ്ടായിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ അമിതമായ ഭാരം വണ്ടിയിൽ ഉണ്ടായിരുന്നു. അത് കൺട്രോൾ
ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള കുട്ടി ആയിരിക്കില്ല. പിന്നെ മഴയുണ്ടായി, പ്രത്യേകിച്ച് കാലാവസ്ഥ മാറ്റങ്ങൾ. അപ്പൊ മഴയൊക്കെ ഉണ്ടാവുക, രാത്രി നമ്മൾ ഡ്രൈവ് ചെയ്യുക. അതുപോലെ രാത്രി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെറ്റ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്, രാത്രി ഡ്രൈവ് ചെയ്യുന്ന എല്ലാവരും റോഡ് വിജനമാണെന്നുകൊണ്ട് ഭയങ്കര സ്പീഡിൽ പോകും. അപ്പൊ ഞാൻ എപ്പോഴെങ്കിലും രാത്രി ഡ്രൈവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ എന്റെ കൂടെയുള്ള ആളാണെങ്കിലും ഞാനാണെങ്കിലും ഞാൻ വളരെ കൃത്യമായി പറയും. കാരണം ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയും ഇതേ സ്പീഡിലാവും വരുന്നത്. ആരുമില്ല എന്ന് കരുതിയാണ് എല്ലാവരും രാത്രികളിൽ വണ്ടി റോഡിൽ ഓടിക്കുന്നത്. അപ്പോൾ ആരുമില്ല എന്ന ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആരും എങ്ങനെയും രാത്രി ഡ്രൈവ് ചെയ്ത് വരാം. പിന്നെ കാലാവസ്ഥാ വ്യതിയാനം, ഇപ്പൊ മഴ പെയ്തിരുന്നു. മഴ പെയ്യുമ്പോൾ നമുക്കറിയാം റോഡുകളുടെ പ്രശ്നം നമുക്കറിയാം. കുണ്ടും കുഴിയും അതുപോലെ തന്നെ തെന്നി മാറുന്ന സ്ഥലങ്ങളും ഒക്കെ ഉള്ള സ്ഥലങ്ങളല്ലേ ഈ റോഡ്. അപ്പൊ ഈ റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ മഴ കണ്ണ് കാണാൻ കഴിയില്ല, മഞ്ഞ്, വെള്ളം, ഇങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആക്സിഡന്റ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ മഴക്കാലം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി വണ്ടി ഓടിക്കാൻ കുട്ടികളെ അത് അടക്കം ലൈസൻസ് കൊടുക്കുന്നതിന് മുമ്പ് ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞ് അപകടം സംഭവിച്ചാൽ എന്തൊക്കെയാണ് സംഭവിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് നന്നായി. അത് ഞാൻ പറയുന്നത് ക്ലാസ് നടത്തുന്നുണ്ട്, ഞാനൊരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഒരു 150 പേര് 250 പേര് ഒരു ചെറിയ ഇടുങ്ങി ഏതെങ്കിലും സ്കൂളിന്റെ ഒരു ക്ലാസ് മുറിയിൽ ഇരുന്ന് അങ്ങേ അറ്റത്ത് നിന്ന് സാർ എന്തെങ്കിലും പറയുന്ന ഏതെങ്കിലും ഒരാൾ RTO കാണും പഠിപ്പിക്കുന്നുണ്ടാവും. അങ്ങേ അറ്റത്ത് നിന്ന് പറയുന്ന ഇങ്ങേ അറ്റത്തുള്ളവർക്ക് കേൾക്കുക പോലും ഇല്ല, ചുമ്മാ ഒരു ക്ലാസ്സിൽ ഇരുന്ന് ഒരു ഒപ്പം വാങ്ങിച്ചോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ലാതെ ബാച്ച് ടു ബാച്ചായി ദിവസം ദിവസമായി ഇത്തരത്തിലുള്ളവർക്ക് എല്ലാവർക്കും ഇത്തരത്തിലുള്ള ട്രെയിനിങ് കൃത്യമായി കിട്ടിയോ എന്ന് അറിഞ്ഞ ശേഷം മാത്രം ഡ്രൈവിംഗിന് ലൈസൻസ് കൊടുക്കാനുള്ള സംവിധാനത്തിലേക്ക് പോയാൽ വലിയ അപകടങ്ങളിലേക്ക് പോകുന്നത് ഒഴിവാക്കാൻ കഴിയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ വീട്ടിൽ നമ്മൾ കുട്ടികളെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാൻ പ്രാപ്തമാക്കുകയും ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം ഡ്രൈവ് ചെയ്യുന്നതിന്റെയും അതിന്റെ അപകടങ്ങളെ പറ്റിയും. ഇത്ര വലിയ ഒരു ആവേശത്തോടു കൂടി ഡ്രൈവ് ചെയ്യേണ്ടതില്ല. നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ 2 മിനിറ്റ് താമസിച്ചാലും കുഴപ്പമില്ല. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ബാധ്യത നമ്മുടെ മാതാപിതാക്കൾക്കുമുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിന് മുമ്പ്. നോക്കൂ, ഇവിടെ ഒരു കുട്ടിയൊക്കെ ഒരു വീട്ടിലുള്ള പല കുട്ടികളും ഇവിടെ മരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതും മെഡിക്കൽ വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുന്ന എൻട്രൻസിൽ വന്നിട്ടുള്ള നല്ല മാർക്ക് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഈ കുട്ടികൾ എന്ന കാര്യത്തിൽ. ഈ കുട്ടികളെല്ലാം അങ്ങനെയുള്ള കുട്ടികളാണ്. നമുക്ക് അവർ വീട്ടുകാരുടെ ഒരു ആലോചിച്ച് നോക്കൂ, വീട്ടുകാരുടെ ഒരു സങ്കടം. ഇനി ആരാണെങ്കിലും ഒരു കുട്ടി മരണപ്പെടുമ്പോ ഇത്രയും വളർത്തി വലുതാക്കി ഒരു കുട്ടി ഇല്ലാതായി പോകുമ്പോൾ ആ വീട്ടുകാരുടെ സങ്കടം നമുക്ക് സഹിക്കാൻ കഴിയുന്നതല്ല. ഇനി മറ്റൊരു കാര്യം റെന്റ് കാറുമായി ബന്ധപ്പെട്ടാണ്. ഈ വാഹനം റെന്റ് കാർ ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ റെന്റ് കാർ എടുക്കാൻ ചെല്ലുമ്പോൾ ഏറ്റവും തല്ലിപ്പൊളി വണ്ടികളായിരിക്കും റെന്റ് കാർ എന്ന രീതിയിൽ അവർ ഇടുന്നത്. അതായത് ഈ ഏതെങ്കിലും വർക്ക്ഷോപ്പുകാരോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റേ റെന്റ് കാർ കൊടുക്കുന്ന ആൾക്കാരോ ഒക്കെ അവരുടെ കൂട്ടത്തിലുള്ളതിൽ ഏറ്റവും തല്ലിപ്പൊളി വണ്ടി അവസാന കാലത്ത് റെന്റ് കാറായി ഉപയോഗിക്കുന്ന ചില സ്ഥലങ്ങൾ എനിക്കറിയാം. അത്തരത്തിലുള്ള റെന്റ് കാർ എടുക്കുമ്പോൾ നമ്മളിങ്ങനെ റെന്റ് കാറുമായി പോകുമ്പോൾ നമുക്കറിയില്ല, ഒന്നും നമ്മൾ ഓടിക്കുന്ന വണ്ടിയല്ല, സ്ഥിരം ഓടിക്കുന്ന വണ്ടിയല്ല, ഫിറ്റ്നസ് ഉള്ള വണ്ടിയാണോ എന്ന് നമുക്കറിയില്ല. അത്തരത്തിലുള്ള ഒരു റെന്റ് കാർ എടുക്കുമ്പോൾ ആ കാറിൽ സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ടോ അല്ലെ പുതിയ വണ്ടിയാണോ, ചിലപ്പോൾ അത്തരത്തിലുള്ള ഒന്നും തന്നെ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാത്ത വണ്ടികളാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെയും ഈ റെന്റ് കാർ നൽകാൻ ലൈസൻസ് ഇല്ലാത്ത ഒരാളുടെ വണ്ടി എടുത്താണ് ഈ കുട്ടികൾ പോയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ റെന്റ് കാർ എടുക്കാൻ ചെല്ലുമ്പോൾ കാറിന്റെ ഫിറ്റ്നസ് അടക്കമുള്ള കാര്യങ്ങൾ കാറിനെ കുറിച്ച് അറിയുന്ന ആരെങ്കിലും കണ്ട് ബോധ്യപ്പെടുത്തിയ ശേഷം മാത്രമേ അത്തരത്തിലുള്ള വാഹനങ്ങളുമായി നമ്മൾ നിരത്തിലിറങ്ങാവൂ. ഇപ്പൊ തന്നെ കണ്ടില്ലേ എത്ര കുട്ടികളാണ്, സത്യത്തിൽ ആലോചിച്ച് നോക്കൂ, എന്തൊരു വലിയ അപകടമാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. ആ റെന്റ് കാറുമായി ബന്ധപ്പെട്ട് ഇത്രയും വർഷം കഴിഞ്ഞ ഒരു കാർ, 14-15 വർഷമായ ഒരു കാർ, ആ കാർ പുതിയതായി വരുന്ന അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് ഒന്നും അറിയാത്ത കുട്ടികൾ എടുത്തുകൊണ്ട് പോയ കാറാണ്. അതിൽ സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ടോ, ഈ പഴയ കാറിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇതിന്റെ എന്താണ് സംഭവിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇനി പരിശോധനയിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ റെന്റ് കാർ നടത്തുന്ന അത്തരത്തിലുള്ള കാർ റെന്റിന് നൽകുന്ന സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് RTOയും മറ്റുള്ളവരും പരിശോധന നടത്തിക്കൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ എന്താണ് ഇവർ ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു പഴയ കാർ, ഉടങ്കൊല്ലി കാർ 1 ലക്ഷം രൂപയ്ക്കോ 50,000 രൂപയ്ക്കോ വാങ്ങിച്ചിട്ട് ദിവസം അവർ കൊടുക്കുമ്പോൾ അവർക്ക് ഒരു 1000 രൂപ വെച്ച് ദിവസം കിട്ടിയ ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് അവർ മുടക്കുന്ന മുതലൊക്കെ തിരിച്ചു കിട്ടും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വർഷങ്ങൾ ഇങ്ങനെ ഓടിക്കുള്ളൂ. ഇങ്ങനെ ലൊട്ടിലൊടുക്ക് പണിയൊക്കെ എടുത്ത് ഇങ്ങനെ ഈ വാഹനങ്ങൾ ഇട്ട് ഓടിക്കുന്ന ചില ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരെ തീർച്ചയായും അത്തരത്തിൽ റെന്റ് കാർ നൽകുന്ന ആൾക്കാരെ നമ്മൾ വളരെ കൃത്യമായി തന്നെ നിരീക്ഷിച്ചുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ കൊടുക്കാനുള്ള ലൈസൻസ് ഉണ്ടോ, ഏതൊക്കെ വാഹനങ്ങളാണ് കൊടുക്കുന്നത്, ഏതൊക്കെ വാഹനങ്ങൾക്കാണ് പ്രശ്നങ്ങളുള്ളത്, വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് ഉണ്ടോ, ഇതെല്ലാം ഈ ട്രാഫിക് വകുപ്പ്, അതായത് ഗതാഗത പരിശോധന നടത്തുന്നവരോ അല്ലെ ഏത് വകുപ്പാണോ ആ വകുപ്പ് ഇതൊക്കെ പരിശോധിക്കേണ്ടതാണ്. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നമുള്ളത്. ഇവിടെ മനസ്സിലായിട്ടുള്ളത് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അനുമാനിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളും ഉണ്ട്. ഏതായാലും ആ വീട്ടുകാർക്ക് വലിയ അപകടം, ആ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ സങ്കടമുള്ള ദിവസമാണ്. രാവിലെ മുതൽ കാണുന്നത് മുഴുവൻ TV വെച്ചാലും എവിടെ വാർത്ത നോക്കിയാലും ഒക്കെ നമ്മൾ കാണുന്ന ഇത്തരത്തിലുള്ള വാർത്തകളാണ്.
അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. കുട്ടികളും കുറച്ചുകൂടി ജാഗ്രതയോടെ, പഠിക്കാൻ പോകുന്ന കുട്ടികളാണ്, കുറച്ചുകൂടി ജാഗ്രതയോടെ ആവേശമൊക്കെ കുറച്ച് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.